ഇ.പി. വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല മാത്രമാണെന്ന് എം.വി. ഗോവിന്ദൻ. ഇന്ന് വരെ മാത്രം ആയുസ്സുള്ള ആരോപണം മാത്രമാണിത്. ചർച്ച ചെയ്യേണ്ട ആരോപണങ്ങളല്ല. പലരും വരും, പലരെയും കാണും, അതിലൊന്നും കുഴപ്പമില്ല. നന്ദകുമാർ ഫ്രോഡാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകാൻ സാധ്യതയില്ലെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് പോകുന്നു. ലാവലിൻ എന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. ആ വിവാദത്തിലൊന്നും യാതൊരു കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടുണ്ട്. ആരായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും. അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും 26-ാം തീയതി വരെ ആയുസ്സുള്ളതുമായ കാര്യമാണ്. 26 പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെയാണല്ലോ, അതിൻ്റെ അവസാനം വൈകുന്നേരമാകുമ്പോഴേക്കും വരികയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല വിശദീകരിക്കുന്നത്. എല്ലാം തന്നെ കാണുന്നതിനിപ്പോൾ ആരെങ്കിലും കാണുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വരുമ്പോൾ ജാവേദ്കർ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല. ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് അതാണ് ജാവേദ്കർ. ഒരു കാര്യമില്ല. അങ്ങനെ പലയാളും വരുമ്പോൾ പലയാളും കാണും. അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ്. ഇതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അത്രയേ ഇതിനെ കാണൂ. ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട. CPIM-നെതിരായി അത് CM പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനെന്തിനാ അതിൻ്റെ മേലെ കയറി പറയേണ്ട കാര്യം? വളരെ വ്യക്തിയോട് ഞാൻ പറയുകയാണ്. CPM-നെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, കൺവീനർക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആരെ കാണുന്നതിന് അതെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് മനോരമയില്ലേ, മനോരമേൻ്റെ അകത്ത് മിനിഞ്ഞാന്ന് മനോരമയിൽ ഞാനും അതുപോലെ തന്നെ M.M. ഹസനും അത് തിരുവനന്തപുരത്ത് BJP നേതാവ് കൃഷ്ണദാസും അല്ലേ ഉണ്ടായിരുന്നത്. വളരെ സൗഹൃദമായിരുന്നു. പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അത് അതിനെന്തെങ്കിലും തർക്കം. കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നല്ല സൗഹൃദമുണ്ട്. വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്, നിലപാടാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. ആ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചുതരാം. എന്താ കാരണം പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് അസംബന്ധം നമ്മൾ എന്താണ്. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചർച്ച കൂടി വന്ന പരിസ്ഥിതിയിൽ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടി ആവാം. അത് പറയുന്നതോട് ഞങ്ങൾക്ക് യാതൊരു, കാരണം ഞങ്ങൾ വമ്പിച്ച് വിജയത്തിലേക്ക് പോകാൻ പോവാം. പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഞങ്ങൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല, നിങ്ങൾക്കാണ് ഉത്കണ്ഠ. നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും. നിങ്ങൾ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം എന്താ സർവേ, മനോരമേൻ്റെ ഒരു വിഭാഗത്തിലുള്ള സർവേ, മാതൃഭൂമിയുടെ വേറൊരു വിഭാഗത്തിലുള്ള സർവേ, എല്ലാ സീറ്റും അവർ ജയിക്കും, 20 സീറ്റും. പിന്നെ എന്തിനാണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നു ഇവിടെ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കോ. പോരെ? ഞാൻ പറഞ്ഞല്ലോ, വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോറ്റു കിട്ടുമ്പോഴേ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുന്ന വാർത്ത PM-ൻ്റെയോ? അത് ഏതെല്ലാമാണോ അതെല്ലാം. ഏത് കേസേ ഇല്ല. വെറുതെ വർത്തം പറഞ്ഞു. രാവിലെ കേസൊന്നൊരു കേസേ ഇല്ല, ഒരു കേസും ഇല്ല. രാവിലെയായി കേസുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നം വരുന്നുള്ളൂ. ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുകയാണ്. ലാവലിൻ കേസെന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ല.
ലാവ്ലിൻ കേസ് വേണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. അത് ഇക്കാലം അത്രയും ഈ CBIയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട, ഭയപ്പെടുത്താനും നോക്കണ്ട. അതാ പറഞ്ഞ് ഈ ഓലപ്പാമ്പൊന്നും കാണിച്ചിട്ട് പേടിപ്പിക്കണ്ട. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല, ഒരു FIR ഇല്ല. നീ പറഞ്ഞ ചോദ്യം വേണ്ട അതിൻ്റെ ഭാഗമായിട്ട് അതിലെല്ലാം തീർന്നില്ലേ? ശരി പറഞ്ഞോ. ഞമ്മത്തെ പറയണ്ട. ിലേക്ക് പോകുന്നതിനെ പറ്റിയും BJP കാര്യങ്ങൾ ചർച്ച ചെയ്തവരുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് അയാൾ എപ്പം പോകുന്ന അയാൾ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞല്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകും. അത് ഒരു ഘട്ടത്തിൽ പറയും. അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സുധാകരൻ്റെ അതും പറയും, ഇപ്പുറത്ത് ഇതും പറയും. ഞാനൊന്നും വേണ്ടില്ല, വെറുതെ ആവശ്യമില്ലാതെ ആളെ പിടിച്ച് അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളേതാ റിപ്പോർട്ടർ? ഇമാതിരി ഫോട്ടോ ഞാൻ വെറുതെ പറഞ്ഞിട്ടല്ലോ, ഞാൻ മോശമാണ്. റിപ്പോർട്ടർ വളരെ ദയനീയായിരിക്കും. കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല. പോരെ, രണ്ടും കൂടി ആയാൽ ശരിയായില്ലേ? കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല, ഇന്ത്യയിൽ ഭൂരിപക്ഷവും കിട്ടില്ല. അതില്ലേ? അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരും. ശരിയായ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് BJPക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകും. ഇപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തുറന്ന വർഗീയതയിലേക്ക് പോകുന്നത് കേട്ടോ. EP ജയരാജനെയും തന്നെയും BJP നേതാവ് പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം TG നന്ദകുമാർ ആരോപിച്ചത്. ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും ജാവദേക്കർ EP പറഞ്ഞതായും പകരം SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്നും ഉറപ്പ് കൊടുത്തതുമായാണ് നന്ദകുമാർ ആരോപിച്ചത്. പക്ഷേ തൃശൂർ CPI സീറ്റായതിനാൽ EP സമ്മതിച്ചില്ലെന്നും അങ്ങനെ ആദ്യ ചർച്ച പരാജയപ്പെട്ടു പോയെന്നും TG നന്ദകുമാർ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.